വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കാടെ മുമ്പ് നാട്ടിലേക്ക് പോയിട്ടോ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതുപോലെ പോകുന്നതിന് മുമ്പുള്ള ഷോപ്പിംഗ് വിശേഷങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ വിശേഷങ്ങൾ ഈ ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ ശരി, നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ശരിക്കും ഉമ്മ പോയപ്പോൾ റൂയിമോൾക്കാണ് ഭയങ്കര സങ്കടം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ റൂയിമോൾക്ക് അവൾക്ക് എപ്പോഴും കളിക്കാനുള്ളൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് ഉമ്മാനെ കാണുന്നത്. അപ്പോൾ താത്താന്നാണ് ഞങ്ങൾ എല്ലാവരും വിളിക്കുക, അവളും വിളിക്കൽ അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തലേ ദിവസം ഒന്ന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ്. ഉമ്മക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. താത്ത പോയിക്കോട്ടെ പോയി പറയില്ല, പോയിക്കോട്ടെ എയർപോർട്ടിലേക്ക് പോവാണ് റൂയി, എയർപോർട്ടിലേക്ക് പോവാണേ. താത്തന്റെ പെട്ടി ലഗേജ് മുണ്ടരുതെന്ന് പറഞ്ഞു, മുണ്ടായിക്കല്ലേത്. റൂയി മോളെ, താത്ത പോയിക്കോട്ടെ പോയിക്കോട്ടെ താത്ത പോയിക്കോട്ടെ. തല ചോറുണ്ട് താത്ത നാളെ. റൂയി മോളെ, താത്ത പോയിക്കോട്ടെ മുണ്ടായിരിക്കല്ലേ ഇത്, അത് മിണ്ടരുതെന്ന് പറയണത്. ഉയ്, താത്ത പോയിക്കോട്ടെ ഉയ്. ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ 1-2 ഷോപ്പുകളിൽ 1-2 സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഉമ്മാക്ക് ഈ സലഫി മക്കനൊക്കെ വേണമായിരുന്നു. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ ഉമ്മൽ ക്വീനിൽ സലഫി മക്കന കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി, അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ആദ്യം ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം സമയമായല്ലോ, അപ്പോൾ ചായ കുടിക്കാൻ വല്ലാത്തൊരു ഇൻട്രസ്റ്റ്. റൂയി നോക്കട്ടെ, റൂയി ഓർഡർ ചെയ്യട്ടോ. റൂയി പിന്നെന്താ വേണ്ടേ റൂയിക്ക്? ഡൂഡിൽസ് ഇല്ല, നൂഡിൽസ് ഇപ്പം ആയിട്ടില്ലല്ലോ. വേറെ പറയും, സമൂസ ഉണ്ടല്ലോ, ചിക്കൻ സമൂസ ഉണ്ട്. ഏതാ വേണ്ടേ? സങ്കടം വരുന്നുണ്ട് കുട്ടിക്ക്, സങ്കടം വരുന്നുണ്ട്. കരഞ്ഞോ കരഞ്ഞോ കരഞ്ഞോ? അവിടെ പോയി അവിടെ ഇത് ഇയാണ് ഇവിടുത്തെ പ്രിൻസസ് റൂഹി. ഇല്ല നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോ വായിൽ വെള്ളം വന്നു. ഇല്ല അതും ഇല്ലല്ലോ, ഒന്നും ഇല്ലല്ലോ. വേണ്ട, നൂഡിൽസ് ചീച്ചിയാണ്. ഇല്ല. പിന്നെ സമൂസ ഉണ്ട്. എന്താണ് എന്തൊക്കെ നോക്കും. റോയ്ക്കെന്നല്ല, മിക്ക കുട്ടികൾക്കും പുറത്തുനിന്ന് ഈ നൂഡിൽസിൻ്റെ ആ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അതുപോലെ തന്നെ കുട്ടികൾക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം തന്നെ ആയിരിക്കും. പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര കാര്യമായിട്ട് അത് വേണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വീട്ടിലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കാണാൻ ആ ഭാഗത്തൊക്കെ തിരിഞ്ഞു നോക്കൂല. നമുക്ക് 2 പേർക്കും കൂടി തിന്നു പറഞ്ഞിട്ട് സമൂസമ്മ കൂടി നോക്കിയേ. അല്ല റൂയില്ല പറഞ്ഞ സമൂസ വേണ്ട. എന്ത് റൂയി, നമുക്ക് തിന്നാ? ഇപ്പൊ എന്ത് കമ്പനിയാ നോക്കാം. അതെ, ഇത് എന്റെ സമൂസയാണ് കേട്ടാ. ഈ അല്ലേ പറഞ്ഞ സമൂസ വേണ്ടെന്ന്. ഈ 2 ഫ്രണ്ട്സാ? തിക് ഫ്രണ്ട്സാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിന് ഇറങ്ങി. ഉമ്മക്ക് കൊണ്ടുപോകാനുള്ള സാധനം തന്നെ കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഉണ്ട്, വീട്ടിലേക്കുള്ള ഫുഡ് ഐറ്റംസും വാങ്ങിക്കാനുണ്ട്. അതുപോലെ ഉമ്മ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഉമ്മാൻ്റെ കൂടെ എൻ്റെ അമ്മാവനും വൈഫും മോനും കൂടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരും തിരിച്ചു പോകുന്നുണ്ട്.
അപ്പം രണ്ടുപേരും കൂടി ഒരുമിച്ചാവുമ്പോൾ പിന്നെ സമാധാനമാണല്ലോ. കാരണം ഉമ്മാക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴൊരു ബുദ്ധിമുട്ട് തന്നെയാണ്, ആരെങ്കിലും ഇല്ലാഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇവരാകുമ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ അങ്ങനെയാണ് ഒരുമിച്ച് ടിക്കറ്റൊക്കെ എടുത്തത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇക്കാൻ്റെ സിസ്റ്റർ, മൂത്ത സിസ്റ്റർ ഹജ്ജിന് പോകുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു ഉമ്മ. അപ്പോൾ അങ്ങനെയാണ് നേരത്തെ പോകുന്നത്. ഇപ്പോൾ ഉമ്മ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ പോകാനുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മക്കൾക്കും ഇക്കാക്കൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഇവിടുന്ന് പോകുന്നതിന്. എനിക്ക് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇവിടുന്ന് UAE നിന്ന് നാട്ടിലേക്ക് സെറ്റിലാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു വിഷമം. കാരണം എൻ്റെ എല്ലാതും ഇവിടെയാണ്. എനിക്ക് ഉള്ള കുറേ റിലേഷൻസും മീൻസ് UAE എന്ന് പറയുമ്പോൾ അത്രയും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ്. ഒരുപാട് വർഷങ്ങളായാലും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോവുകയാണ് ഇൻഷാ അല്ലാ. 2 മാസം കൂടുമ്പോൾ എനിക്ക് എന്തായാലും ഇവിടേക്ക് വരണം. എന്നാലും ഇവിടുന്ന് നാട്ടിലേക്ക് സെറ്റിലാവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു വയറിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇത് പോകുന്ന പോലെ. അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ഒരു വിഷമം. ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഫീലിങ്സൊക്കെ വരുന്നത്. അവിടെ ബില്ലൊക്കെ ചെയ്തപ്പോഴതാ എന്തോ ഒരു കൂപ്പണൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറേ കൂപ്പൺ എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഒരു തവണയൊക്കെ നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തവണ അടിച്ചിട്ടുണ്ടായിരുന്നു, ഒരേ ഒരു തവണ. അപ്പോൾ ഇത്തവണ റോസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ബെറ്റർ നെക്സ്റ്റ് ടൈം എന്നാണ് കണ്ടത്. പിന്നെ എന്തോ ഒരു ഗെയിം എന്തോ കളിച്ചിട്ട് എന്തോ ആക്കുന്നു. ആ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കൂപ്പണിലൊന്നും വലിയ ഇതൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ കൂപ്പണാണ് വെറുതെ നമ്മൾ ഭയങ്കര ആകാംക്ഷയിൽ സ്ക്രാച്ച് ചെയ്യും, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ലക്കൊന്നുമില്ല കേട്ടോ. എന്നാലും മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞാൻ ലക്കി തന്നെയാണ് വേറെ പല കാര്യങ്ങൾ കൊണ്ട്. ഇൻഷാ അല്ലാ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ. ഇങ്ങനെ അടിക്കണം എന്നൊന്നുമുള്ള ആഗ്രഹമൊന്നുമില്ല. അടിച്ചാൽ നന്നായി, ഇല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർക്ക് മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെ എന്തെങ്കിലും എന്ന് ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മളെന്താ വീട്ടിലോട്ട് പോവുക കേട്ടോ. വീട്ടിലോട്ട് പോവില്ല, വീട്ടിലോട്ട് പോകുന്ന വഴി വേറെ 1-2 സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. ഉമ്മാനെ കൊണ്ട് ഇങ്ങനെ കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങി കേട്ടോ. ഞാൻ പിന്നെ എല്ലാതും എടുക്കുന്നില്ല. അപ്പം എന്നെ ഉമ്മാനെ ഇവിടെ ആക്കിയിട്ട് ഇക്ക മക്കളെ കൊണ്ടാക്കാൻ പോയി. പിന്നെ കുറച്ച് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളെ വിളിക്കാൻ വന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഉമ്മ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ ബാക്ക് ടു അവർ വ്ളോഗ്. അപ്പം ഈ ഒരു ദിവസമാണ് ഉമ്മ നാട്ടിലേക്ക് പോകുന്ന ദിവസം. ഏർലി മോർണിംഗ് ആട്ടോ പോകുന്നത്. അതായത് ഉച്ചയ്ക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് നേരത്തെ തന്നെ പോകണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉമ്മക്ക് ചിക്കനൊന്നും കഴിക്കില്ല, പിന്നെ ബർഗർ അങ്ങനെ സാധനങ്ങളൊന്നും കഴിക്കില്ല. അപ്പം ഏർലി മോർണിംഗ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കല്ലേ ഫ്ലൈറ്റ്. അപ്പം അതുവരേക്കും ഭക്ഷണം എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കുള്ള ഭക്ഷണം ഞാൻ പാക്ക് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. ഉമ്മാക്ക് ഏതായാലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്കിളും അമ്മായിയും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി ഉള്ളത് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. അതായത് പൊറോട്ട സാൻഡ്വിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വെച്ചിട്ട് അമ്മായിക്കും അങ്കിളിനും മോൻക്കും ഉള്ളത് അങ്ങനെ പൊറോട്ട സാൻഡ്വിച്ച് ആക്കി കൊടുത്തു. ചിക്കൻ സാൻഡ്വിച്ച്. ഉമ്മാക്കുള്ളത് എന്താ പറയുക, മഷ്റൂം ഫ്രൈ ആക്കിയിട്ട് അതിനകത്ത് ഫിൽ ചെയ്ത് വെച്ച് കൊടുത്തു. പൊറോട്ടേനകത്ത് തന്നെ കേട്ടോ. അതിനാണ് ഫ്രോസൺ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചില്ലേ അത്. അപ്പം ഇങ്ങനെ സാൻഡ്വിച്ച് ആകുമ്പോൾ അവർക്ക് കയ്യിൽ പിടിച്ചിട്ട് കഴിക്കാമല്ലോ. ആദ്യം റൈസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവരും പറഞ്ഞു റൈസൊന്നും വേണ്ട, അവർക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാമല്ലോ. ഉമ്മാക്കാണ് പിന്നെ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞു കേട്ടോ. അവർ നെക്സ്റ്റ് ഡേ അല്ല, അന്ന് വൈകുന്നേരം 6 മണി ആ ഒരു സമയത്താണ് നാട്ടിലെത്തുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. പെട്ടിയൊക്കെ റാപ്പ് ചെയ്യുന്നുണ്ട് അവിടെ അയക്കും റീനും കൂടി. അപ്പോൾ പോകാനായപ്പോൾ റൂയിമോൾക്ക് ചെറിയൊരു സങ്കടം കൂടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആൾക്ക് ഉമ്മ അങ്ങനെ കളിക്കാനുള്ള ഒരാളായിട്ടാണ് നിൽക്കുന്നത് റൂഹി. പിന്നെ അതുപോലെ നാട്ടിലേക്ക് പോകുന്ന പറയുമ്പോൾ റൂഹിക്കും ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പം അവൾക്കും പോകണമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഉമ്മാക്കിപ്പം റൂഹിനെ പിരിയുന്നതാണ് കൂടുതലും വിഷമം. എന്നും രാവിലെ നീറ്റാ ഓടി വരും ഉമ്മാൻ്റെ അടുത്തേക്ക്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയാനായിരിക്കും വരുന്നത്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും. ദുബായ് എയർപോർട്ടിലെത്തണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഇറങ്ങുന്നത് കേട്ടോ.
ഇപ്പൊ താത്ത പോയിക്കോട്ടെ, അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരുമോ? താത്ത ഇപ്പൊ എയർപോർട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടോ ഉയ്മൾക്ക് ട്ടാ. കുട്ടിക്ക് ലോലിപോപ്പും ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുക്കാൻ അവിടെ എത്തിയിട്ട് വിളിച്ചിട്ടാ. ആര്? താത്തേ? താത്ത ഇപ്പൊ എയർപോർട്ടിലേക്ക് പോവാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഉമ്മ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ കരയുന്നത് കണ്ടത്, ശ്രദ്ധിച്ചത്. ഞാൻ സൺഗ്ലാസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പം കണ്ടോ ആ ഭാഗത്തേക്കുള്ള തിരക്ക് കണ്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ അമ്മാവനും അമ്മായിൻ്റെ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അവർക്ക് കുറച്ച് അധികം ബാഗേജ് ഉണ്ടായിരുന്നു, അപ്പം വണ്ടിയിൽ കുറച്ച് ബാഗേജ് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോവാണ്. അവിടെയും ഇതുപോലെ തന്നെ ചെറിയ മോനുണ്ട്, അവർക്കും വിഷമമുണ്ട് പോകുന്നതിൽ. അവിടുന്ന് ഞങ്ങളെ കൂടെയാണ് അങ്കിള് കയറിയത്. അങ്ങനെ ഞങ്ങൾ ദുബായ് എയർപോർട്ട് എത്താനായി. റൂമുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഉമ്മാനോട് പോകണ്ടെന്നൊക്കെ. ശരിക്കും ഇവരെ എയർപോർട്ടിലോട്ട് പിക്ക് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ്. പക്ഷെ തിരിച്ചിങ്ങനെ പോകുമ്പോൾ അത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോഴും എൻ്റെ ഉമ്മയും ഞങ്ങളെ യാത്ര അയക്കാൻ വരുമ്പോഴുള്ളൊരു ഫീലിങ്സൊക്കെ അതൊക്കെ ഇങ്ങനെ ഓർത്തു പോകും. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു ഉമ്മ അതേപോലെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത്. എന്താ പറയുക, പോകാണ്ടിരിക്കാനും പറ്റില്ല, എന്നാലും പോകുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു വിഷമമായിരുന്നു. ഉമ്മ പിന്നെ ഒറ്റയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഉമ്മാൻ്റെ കൂടെ എന്താ പറയുക, ഇവരെല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊരു സമാധാനമുണ്ട്. ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ അതിലേറെ ഒരു ടെൻഷനാണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ. പിന്നെ ഇവിടെ ഞങ്ങൾ ബാഗേജിൻ്റെ എന്താ പറയുക വെയിറ്റ് നോക്കുന്ന അവിടെയൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അകത്ത് അവിടെ ഏറ്റവും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിങ്ങനെ യാത്ര അയക്കുന്ന സമയത്ത് ഇവിടം വരെ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവിടം വരെ പോയിട്ടുണ്ടായിരുന്നു. അത്രയും നേരം ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുമിച്ച്. പിന്നെ ഈ ഒരു സമയത്ത് വെച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ പിരിഞ്ഞത്. റോയിമോള് ഉമ്മാനായിട്ട് പിണങ്ങി നടക്കുക കേട്ടോ. പോവാന്ന് പറഞ്ഞപ്പോഴേ വേണ്ട പറഞ്ഞിട്ട് പോയി. എന്താ പറയുക, അവൾക്ക് നല്ലൊരു മൂഡ് ഓഫ് ഉണ്ടായിരുന്നു, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു. പിന്നെ പോയപ്പോഴാണ് കാരണമൊക്കെ ഇങ്ങനെ മൂഡ് ഓഫായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല വിഷമമുണ്ട്. അവർക്കാണെങ്കിലും ചെറിയ മോന് അവിടെ പേരക്കുട്ടി ഉണ്ടല്ലോ, അവരെ വിട്ട് പോകുന്നതിനുള്ളൊരു വിഷമമുണ്ട്. ശരിക്കും എനിക്കിത് വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതേപോലെ നാട്ടിലേക്ക് പോകാണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. എന്താ പറയുക, ഇങ്ങനെ ഒഴിവാക്കി പോകുമ്പോൾ അത് പറയാൻ തന്നെ പറ്റുന്നില്ല. അതാണ് ഞാൻ ഇത്രയും ദിവസങ്ങളത് പറയാത്തത്. അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ തോന്നുന്നില്ല. അതായത് ലാസ്റ്റ് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി റൂയിമോളേട്ടാ, ആൾക്കും സങ്കടമായിട്ടുണ്ട്. അങ്ങനെ അവർ പോവാണ്. അങ്ങനെ ഉമ്മ നാട്ടിലേക്ക് പോയിട്ടോ. താത്ത പോയോ? എന്തേ? റൂയി കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോവല്ലോ. ഇൻഷാല്ല പറഞ്ഞാളാ. റൂയി കുട്ടിക്ക് സങ്കടയിക്കണ? റൂയല്ലേ പറഞ്ഞു താത്തനോട് പൊയ്ക്കോന്ന്. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോവാട്ടാ. താത്ത വീടൊക്കെ ശരിയാക്കിയിട്ട് നമ്മളോട് വരാൻ പറയട്ടാ. ആ ട്ടാ, ഓക്കെ.